രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ശരിയായ വഴിക്ക് വരുന്നു എന്ന നിഗമനത്തിലാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. നല്ല വഴിക്ക് വന്നുവെന്ന് നമ്മൾ പറയുകയും ചെയ്തു. എന്നാൽ വഴി കൂടുതൽ തെറ്റിപ്പോവുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രകടനം തെളിയിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ വിദ്യാഭ്യാസ ബില്ലിന്മേലുള്ള ആൻറ്റി പേപ്പർ ലീക്ക് ബിൽ ചർച്ചയ്ക്കിടയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇഡിയറ്റ് പ്രയോഗം ഇപ്പോൾ വിവാദമുണ്ടാക്കിയിരിക്കുകയാണ്. നമ്മുടെ മലയാളം ചാനലുകളും പത്രങ്ങളും ഹർഷാരവത്തോടെയാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നത്. ഒപ്പം ഇടതുപക്ഷവും രാഹുൽ എന്ന വിഗ്രഹത്തിൻ്റെ നിർമ്മാണത്തിൽ കർസേവകരാണ്. ആകെ ഇനി ഒരു പ്രതീക്ഷയുള്ള കേരളത്തിൽ നിലവിലെ കോൺഗ്രസ് സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധിച്ച് പ്രസ്ഥാനം വളർത്തേണ്ടതിന് പകരം രാഹുലിന് ഓശാന പാടിപ്പാടി വിയർക്കുകയാണ് ഇടതുപക്ഷം ഡൽഹിയിൽ. ഇന്ത്യ സഖ്യം എന്ന മഴവിൽ സഖ്യം ഇന്ത്യയിൽ മുഴുവൻ യാഥാർത്ഥ്യമാകുമ്പോൾ സത്യത്തിൽ ശബ്ദം നഷ്ടപ്പെടുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സാധാരണ പ്രവർത്തകർക്ക് തന്നെയാണ്. അവരാകെ ആശയക്കുഴപ്പത്തിലാണ് കുറച്ച് കാലമായി. അതൊന്നും ഇടതു നേതാക്കളെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം അവർക്കെല്ലാം പാർലമെൻറ്റിൽ എത്താൻ കോൺഗ്രസ് തന്നെ സഹായിക്കും. ഇവിടെ പോരാടുന്ന സാധാരണ പ്രവർത്തകരുടെ വീര്യവും ധൈര്യവുമാണ് നഷ്ടമാകുന്നത്. കേന്ദ്രത്തിലെ BJP സർക്കാരിനെ മാത്രം പ്രതിരോധിച്ച് ഇടതുപക്ഷത്തിന് കേരളം പോലുള്ള ഇടങ്ങളിൽ നിലനിൽക്കാനും കഴിയില്ല. അവരും രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിഡ്ഢികളായി മാറുകയാണോ എന്ന് ആശങ്ക